അവർക്ക് നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊന്നും നമ്മുടെ അടുക്കളയിൽ വെക്കുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നമുക്കത്ര നല്ലതല്ല. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടുക്കളയിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യത്തേതാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ. അപ്പോൾ എല്ലാ വീടുകളിലും തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ട്. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെ ഉപയോഗമൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ആവശ്യങ്ങൾ മാറി, അതുപോലെ നമ്മുടെ ഉപയോഗ രീതി മാറി, ഭക്ഷണ രീതി മാറി, അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പലതരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ട്. തീരെ വില കുറഞ്ഞ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഓഫറിൽ കിട്ടി അല്ലെങ്കിൽ ലാഭമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ പലരും വാങ്ങാറുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പൊളിഞ്ഞു പോരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡായിട്ടുള്ള കുറച്ച് പൈസ കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വാങ്ങുക. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂട്ടി വെച്ചിട്ട് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ തീർത്തും ഒഴിവാക്കേണ്ട ഒരു പാത്രമാണ് നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെ കോട്ടിങ്ങുകൾ പോയ പാത്രം അല്ലെങ്കിൽ സ്ക്രാച്ച് വീണ പാത്രം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ രീതിയിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മോശമായൊരു പാത്രമാണ്. അതിൻ്റെ ഹാൻഡിലൊക്കെ പോയി. അപ്പോൾ ഞാനിത് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡബിൾ ആയിട്ട് വെക്കാനായിട്ട്, അതായത് ബിരിയാണിയൊക്കെ നമ്മൾ ദം ചെയ്യാനൊക്കെ അടിയിലൊരു പാത്രം വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ ചെറുതായിട്ട് സ്ക്രാച്ച് വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ചെറുതായിട്ട് കോട്ടിങ് പോയിട്ടുള്ളൂ എന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ നമ്മളത് എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെയുള്ള പാത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഒറ്റ നിവർത്തിയില്ലെങ്കിൽ മാത്രം തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കുക, എന്നിട്ട് അത് ഉപേക്ഷിക്കുക. അതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് പാചകം ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് പാചകം ചെയ്യുന്നതാണ് പാത്രങ്ങളുടെ ലൈഫിന് നല്ലത്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഒന്നും സ്പൂണുകൾ, കൈലുകൾ ഒന്നും ഉപയോഗിക്കരുത്. മരത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള സ്പാച്ചുലാസ്, സ്പൂണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. പിന്നെ പാത്രം കഴുകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കഴുകാനായിട്ട്. പിന്നെ കഴുകുമ്പോൾ സ്പോഞ്ച് പോലത്തെ സ്ക്രബ്ബുകൾ ഉപയോഗിക്കുക. അല്ലാതെ നമ്മുടെ മറ്റുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു പച്ച കളറിലുള്ള സ്ക്രബൊക്കെ ഉണ്ട്, അങ്ങനത്തെ സ്ക്രബൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ് അലൂമിനിയം പാത്രങ്ങൾ. എല്ലാ വീടുകളിലും തന്നെ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളുണ്ടാവും. അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടി മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. അതും അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ കലം ഉണ്ടാവും. കലമില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് പയ്യെ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം മാറ്റി പുതിയത് വാങ്ങണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. പക്ഷേ നമുക്ക് പയ്യെ കാശൊക്കെ കൂട്ടി വെച്ച് അല്ലെങ്കിൽ അതിനുള്ള സമയമൊക്കെ കണ്ടെത്തിയിട്ട് അത് മാറ്റാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇത് ഒരെണ്ണം പക്ക അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഇൻഡാലിയത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഈ ചട്ടികൾ വാങ്ങിച്ച സമയത്ത് ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ അലൂമിനിയം തേഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അലൂമിനിയം നമ്മുടെ ഫുഡുമായിട്ട് കലരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അലൂമിനിയം മാക്സിമം ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി ഉപയോഗിക്കാം, മൺചട്ടി ഉപയോഗിക്കാം, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും അലൂമിനിയത്തിൽ പാചകം ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക. അത് ഇഡ്ഡലിപ്പാത്രം ആയിക്കോട്ടെ, പുട്ടിൻ്റെ പാത്രം ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മുടെ കുക്കർ ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ കയ്യിലും കുക്കറൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ കഴിവതും സ്റ്റീലിലേക്ക് അല്ലെങ്കിൽ മൺചട്ടികളിലേക്കൊക്കെ മാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും അല്ലെങ്കിൽ ഇരുമ്പ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറ്റിയെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് തീരെ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ പാത്രങ്ങൾ. ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ നല്ലതാണെന്ന് ഓർത്തിട്ട് നമ്മൾ വെറുതെ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങുന്നതിൽ അർത്ഥമില്ല. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള, നല്ല കുറച്ച് കട്ടിയുള്ള നല്ല പാത്രങ്ങൾ നോക്കി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും
വില കുറഞ്ഞ സ്റ്റീൽ പാത്രവും കുറച്ച് വില കൂടി നല്ല ക്വാളിറ്റിയുള്ള പാത്രവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വിലയിൽ മാത്രമല്ല എപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു പാത്രമാണ്, ഇത് തീരെ ക്വാളിറ്റി കുറഞ്ഞ പാത്രമാണ്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ പാത്രങ്ങളും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. 2-3 ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ആ ഒരു കളറ് മങ്ങുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണെങ്കിൽ അതിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു തിളക്കമുള്ളൊരു കളർ ഉണ്ടാവും. അതേ സമയത്ത് ക്വാളിറ്റി കുറഞ്ഞ പാത്രമാണെങ്കിൽ അതിൻ്റെ തിളക്കമൊക്കെ മങ്ങി പെട്ടെന്ന് തന്നെ മോശമായി പോകും. അപ്പോൾ എപ്പോഴും കുറച്ച് ഹൈ ക്വാളിറ്റിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ അടുക്കളയിൽ നിന്നും ഒഴിവാക്കേണ്ട ഒന്നാണ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളെക്കാളും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. നമ്മുടെ ഭൂമിക്കും നല്ലതല്ല, അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിനും നല്ലതല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അധികം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളില്ല. അപ്പോൾ ഉള്ളത് ഈ 2 എണ്ണമാണ്. ഇതിൽ ഞാനിങ്ങനെ ചെമ്പരത്തിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പുറമേ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെയും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിക്കാം. അതേസമയം നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ, അതായത് ചായപ്പൊടി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, അല്ലെങ്കിൽ പരിപ്പ്, പയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ചിപ്പുകളിൽ ഇട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ ഇട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചില്ല് പാത്രം വാങ്ങാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം 3 എണ്ണം അങ്ങനെ പലപ്പോഴായിട്ട് വാങ്ങിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്കും നാശമാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തിനും നാശമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കിയിട്ട് ചില്ലിൻ്റെ പാത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ മൺപാത്രങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ചില്ലിൻ്റെ പാത്രങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, അതും അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ നോക്കി വാങ്ങുക. ലോ ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളത് വാങ്ങുമ്പോൾ അത് ചിലപ്പോൾ ചില്ലൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പാത്രം വാങ്ങിച്ചിരുന്നു, ചില്ലിൻ്റെ ഒരു കുപ്പി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങനെ ചെറുതായിട്ട് ചില്ലിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞ് വീണ പോലെ സൈഡിലെ അരികത്ത് നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാത്രങ്ങൾ നോക്കി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ് ഫൈബറിൻ്റെ പ്ലേറ്റുകൾ. പല വീടുകളിലും ഫൈബറിൻ്റെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഫൈബറിൻ്റെ പ്ലേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. കാരണം ഈ ഫൈബറിൻ്റെ പ്ലേറ്റിൽ നമ്മൾ ചൂടുള്ള ആഹാര സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ കോട്ടിങ്ങിന് നാശം വരും, അത് ഇളകി നമ്മുടെ ഫുഡായിട്ട് കലരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫൈബറിൻ്റെ പ്ലേറ്റുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പണ്ട് കാലത്ത് മിക്ക വീടുകളിൽ ഫൈബറിൻ്റെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഫൈബറിൻ്റെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. ഇപ്പം എൻ്റെ കയ്യിലാകെ ഈ ഒരു പാത്രം മാത്രമേ ഉള്ളൂ ഫൈബറിൻ്റെ ആയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫൈബറല്ല, ഇത് മെലാമിൻ എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന പാത്രമാണ്. ഫൈബറിനേലും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ്. ഞാനിപ്പോൾ ഇതൊരു ഫ്ലവേഴ്സ് വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെലാമിൻ്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ്. അപ്പോൾ അങ്ങനത്തെ നോക്കി വാങ്ങുക. അത് മിക്കവാറും ആ പാത്രത്തിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും മെലാമിൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ വാങ്ങുക. തീർത്തും ഫൈബറിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. ചൂടുള്ള വസ്തുക്കൾ അതിലെടുക്കുന്നത് ഒട്ടും നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുക. എന്നിട്ട് സെറാമിക്കിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ പാത്രങ്ങളോ വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒറ്റയടിക്ക് മാറ്റി പുതിയതാക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പയ്യെ എല്ലാത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.